ആ മുറിയിൽ നിറഞ്ഞു നിന്നത് ഗാഢമായ നിശബ്ദതയായിരുന്നു. വെളുത്ത ക്യാൻവാസിലൂടെ സഞ്ചരിക്കുന്ന ബ്രഷിന്റെ മൃദുവായ ശബ്ദം മാത്രം ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ടിരുന്നു. വലിയ ഗ്ലാസ് ജനാലയിലൂടെ വീണ ഇളം വെളിച്ചത്തിൽ ഒരു യുവതി പൂർണ്ണമായ ഏകാഗ്രതയോടെ ചിത്രം വരയ്ക്കുകയായിരുന്നു. അപ്പോഴാണ് മുറിയുടെ വാതിൽ മെല്ലെ തുറന്നത്. ആ ശബ്ദം കേട്ട് അവൾ പതിയെ തിരിഞ്ഞു നോക്കി. ഒരു നിമിഷം ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം ഉടക്കി. മീര. വിറയലോടെ ആ പേര് അവന്റെ ചുണ്ടുകളിൽ നിന്ന് പുറത്തു വന്നു. 14 വർഷങ്ങൾക്ക് ശേഷം വിദ്യ അവരെ നേർക്കുനേർ നിർത്തി. പക്ഷേ എല്ലാത്തിന്റെയും തുടക്കം മറ്റൊരിടത്തായിരുന്നു. രാവിലെ 7:30 മണി. കൊച്ചിയിലെ തിരക്കേറിയ നഗരവീഥികളിലേക്ക് അരുണോദയത്തിന്റെ സ്വർണ്ണ വെളിച്ചം പതുക്കെ ഇറങ്ങി പരക്കുകയായിരുന്നു. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന 25 നിലകളുള്ള ഗ്ലാസ് കെട്ടിടത്തിന് മുകളിൽ വലിയ തിളങ്ങുന്ന അക്ഷരങ്ങളിൽ എഴുതിയിരുന്നു ആസ്റ്റർ നോവ ടെക്നോളജീസ്. കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രമുഖ IT കമ്പനികളിൽ ഒന്നായിരുന്നു അത്. 100 കണക്കിന് സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ ജോലി ചെയ്യുന്ന ആ വൻകിട സ്ഥാപനത്തിന്റെ അമരക്കാരനായിരുന്നു 37-കാരനായ ആദിത്യൻ. ബിസിനസ് ലോകത്ത് അവൻ ഒരു അത്ഭുത വിജയഗാഥയായിരുന്നു. വെറും ഒരു ചെറിയ സ്റ്റാർട്ടപ്പായി തുടക്കമിട്ട കമ്പനിയെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന വലിയൊരു ശൃംഖലയാക്കി മാറ്റാൻ അവന് കഴിഞ്ഞു. പ്രമുഖ പത്രങ്ങളിലും അന്താരാഷ്ട്ര ബിസിനസ് മാഗസിനുകളിലും ആദിത്യന്റെ കഠിനാധ്വാനത്തിന്റെയും വിജയത്തിന്റെയും കഥകൾ നിരന്തരം വന്നിരുന്നു. എന്നാൽ പുറലോകം കണ്ടത് ആ തിളക്കമറന്ന വിജയത്തെ മാത്രമായിരുന്നു. ഓഫീസിലെ 25-ാം നിലയിലെ വിശാലമായ ഗ്ലാസ് ജനലരികിൽ നിന്നുകൊണ്ട് താഴെ ഉറുമ്പുകളെ പോലെ തിരക്കിട്ടോടുന്ന വാഹനങ്ങളെയും മനുഷ്യരെയും നോക്കുമ്പോഴെല്ലാം ആദിത്യന്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നത് വലിയൊരു ശൂന്യതയായിരുന്നു. 3 വർഷം മുമ്പ് മഴയുള്ള ഒരു രാത്രിയിലുണ്ടായ വാഹനാപകടം അവന്റെ ജീവിതത്തെ രണ്ടായി പിളർത്തിയിരുന്നു. ആ ദുരന്തത്തിലാണ് ജീവന തുല്യം സ്നേഹിച്ച ഭാര്യ അനിന്യയെ അവന് നഷ്ടപ്പെട്ടത്. അനിന്യയുടെ അപ്രതീക്ഷിത വേർപാടോടെ ആ വലിയ വീടിന്റെ ചിരിയും സന്തോഷവും വെളിച്ചവുമെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് മാഞ്ഞുപോയി. വേദനിപ്പിക്കുന്ന പഴയ ഓർമ്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ ആദിത്യൻ പകൽ സമയം മുഴുവൻ ഓഫീസിലെ ജോലികളും മീറ്റിങ്ങുകളിലും ഒഴുകി. മനസ്സിന് വിശ്രമം നൽകാതെ അവൻ സ്വയം തളർത്തി. പക്ഷേ വൈകുന്നേരമാകുമ്പോൾ എത്ര വലിയ ബിസിനസ് ഡീലുകൾ ഉണ്ടായാലും അവന് ഒരു മിനിറ്റ് പോലും വൈകാറില്ല. കാരണം ആ വലിയ വീട്ടിൽ അവനായി ഒരാൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവന്റെ സമസ്ത ലോകവുമായ 8 വയസ്സുകാരി മകൾ ദിയ. അമ്മയുടെ വേർപാടോടെ അവളുടെ ലോകവും അച്ഛനിലേക്ക് മാത്രമായി ചുരുങ്ങിയിരുന്നു. വൈകുന്നേരം കൃത്യം 6 മണിയോടെ കറുത്ത ഓടി കാർ വീട്ടുമുറ്റത്ത് നിർത്തി ആദിത്യൻ അകത്തേക്ക് കയറി. പപ്പാ. അവന്റെ കാറിന്റെ ശബ്ദം കേട്ടതും കൊച്ചു കാലടികളുടെ ഒച്ചയോടെ ദിയ പടികൾ ഓടിയിറങ്ങി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ആദിത്യൻ അവളെ വാത്സല്യത്തോടെ കോരിയെടുത്തു. എന്റെ കുഞ്ഞെന്ന് എന്തൊക്കെയാ ചെയ്ത്? അവളുടെ കുഞ്ഞു നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് ആദിത്യൻ ആർദ്രമായി ചോദിച്ചു. ഞാൻ ഇന്നൊരു പുതിയ ചിത്രം വരച്ചു പപ്പ. കണ്ണുകളിൽ കുസൃതിയും സന്തോഷവും നിറച്ച് അവൾ ആവേശത്തോടെ പറഞ്ഞു. ആണോ? എങ്കിൽ എന്റെ മോളുടെ പുതിയ ചിത്രം എനിക്കൊന്ന് കാണണം. ദിയ അവനെ സന്തോഷത്തോടെ കൈപ്പിടിച്ച് മുകളിലത്തെ നിലയിലുള്ള തന്റെ ചെറിയ സ്റ്റഡി റൂമിലേക്ക് കൊണ്ടുപോയി. ആ മുറിയുടെ വശങ്ങളിലെ ചുവരുകൾ മുഴുവൻ അവൾ വരച്ച വർണ്ണാഭമായ ചിത്രങ്ങളായിരുന്നു. മഴയിൽ നനയുന്ന പച്ചമരങ്ങൾ, പൂന്തോട്ടത്തിലെ പൂക്കൾ, വിദൂരമായ മലനിരകൾ, വർണ്ണപക്ഷികൾ, കടലിൽ അലിയുന്ന സൂര്യാസ്തമയം. അങ്ങനെ ഒരു ചെറിയ ആർട്ട് ഗാലറി പോലെ ആ മുറി മനോഹരമായിരുന്നു. സാധാരണ കുട്ടികളെ പോലെ കണ്ട കാഴ്ചകൾ മാത്രമല്ല അവൾ വരക്കാറുള്ളത്. മറിച്ച് അവളുടെ കുഞ്ഞു മനസ്സ് അനുഭവിക്കുന്ന ആഴമുള്ള ഭാവനകളാണ് അവൾ ക്യാൻവാസിലേക്ക് പകർത്തിയിരുന്നത്. അതാണ് അവളുടെ ചിത്രങ്ങളുടെ വലിയ പ്രത്യേകത. ഇതാണ് ഇന്നത്തെ ചിത്രം. ദിയ മേശപ്പുറത്തിരുന്ന വലിയ ഡ്രോയിങ് ബുക്ക് തുറന്ന് അവന് നീട്ടി. ആദ്യം നോക്കിയപ്പോൾ അത് ഏതൊരു കുട്ടിയും വരക്കുന്ന സാധാരണ ഒരു പെൺകുട്ടിയുടെ ചിത്രമാണെന്നാണ് ആദിത്യന് തോന്നിയത്. നീണ്ട മുടിയുള്ള, വലിയ കണ്ണുകളുള്ള, ശാന്തമായ മുഖമുള്ള ഒരു പെൺകുട്ടി. പക്ഷേ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു കാര്യം ആദിത്യന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മുമ്പ് കളർ പെൻസിലുകളും വാട്ടർ കളറുകളും കൊണ്ട് ക്യാൻവാസ് നിറച്ചിരുന്ന ദിയ ഈ ചിത്രം മുഴുവനായും കറുത്ത മഷി മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. ചിത്രത്തിലെവിടെയും മറ്റൊരു നിറത്തിന്റെ അടയാളം പോലും ഇല്ലായിരുന്നു. കറുത്ത പാൻ ഒഴിച്ച് നിന്റെ കയ്യിൽ വേറെ കളറുകളില്ലേ? അവൻ അത്ഭുതത്തോടെ ചോദിച്ചു. ഉണ്ട് പപ്പ, ദിയ ശബ്ദം താഴ്ത്തി പറഞ്ഞു. എന്താ മോളെ നിറങ്ങളൊന്നും കൊടുക്കാഞ്ഞേ? ദിയ കുറച്ചു നേരം ആ ചിത്രത്തിലേക്ക് തന്നെ കണ്ണൊടുക്കാതെ നോക്കി നിന്നു. അവളുടെ മുഖത്ത് പെട്ടെന്ന് ഒരു ഗൗരവം പടർന്നു. എനിക്കറിയില്ല പപ്പ, ഇന്ന് പെട്ടെന്ന് ഇങ്ങനെ വരക്കണമെന്ന് തോന്നി. ആദിത്യൻ പതുക്കെ പുഞ്ചിരിച്ചു. കുട്ടികളുടെ ഭാവനയും ചിന്തകളും ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്നതാണല്ലോ എന്ന് കരുതി അവൻ ആ വിഷയം അവിടെ വിട്ടു. ദിയയുടെ തലയിൽ പതുക്കെ തലോടി അവൻ അവളെ ചേർത്ത് പിടിച്ചു. എന്നാൽ ആ കറുത്ത ചിത്രത്തിലെ പെൺകുട്ടിയുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്ന അജ്ഞാതമായ ഏകാന്തത ആദിത്യന്റെ മനസ്സിൽ അറിയാതെ ഒരു ചെറിയ ഭാരം ബാക്കി വെച്ചു. ദിവസങ്ങൾ വളരെ വേഗത്തിൽ കടന്നുപോയി. പക്ഷേ ആദിത്യന്റെ വീട്ടിലെ സന്ധ്യകൾക്ക് പഴയ ശാന്തതയോ സന്തോഷമോ ഉണ്ടായിരുന്നില്ല. ഓരോ വൈകുന്നേരവും ഓഫീസിലെ വലിയ ഉത്തരവാദിത്തങ്ങളും
തളർച്ചയും കഴിഞ്ഞ് അവൻ വീട്ടിലെത്തുമ്പോൾ ദിയ പുതിയൊരു ചിത്രവുമായി അവന് മുന്നിലേക്ക് ഓടി വരും. പക്ഷേ ആ ചിത്രങ്ങൾ അവന്റെ ഉള്ളിലെ അസ്വസ്ഥതയും ആകാംക്ഷയും ദിവസേന വർദ്ധിപ്പിക്കുകയായിരുന്നു. ആദ്യ ദിവസം കണ്ട അതേ പെൺകുട്ടിയുടെ ചിത്രം തന്നെയായിരുന്നു അവൾ വീണ്ടും വീണ്ടും വരച്ചുകൊണ്ടിരുന്നത്. വ്യത്യാസം ഒന്നു മാത്രം. ഓരോ ദിവസത്തെ ചിത്രത്തിലും ആ പെൺകുട്ടിയുടെ മുഖത്തെ ദുഃഖവും ഏകാന്തതയും കൂടിക്കൂടി വരികയായിരുന്നു. ആദ്യ ചിത്രത്തിൽ ചെറിയൊരു നിശബ്ദതയായിരുന്നെങ്കിൽ പിന്നീടുള്ള ചിത്രങ്ങളിൽ അത് കണ്ണീരായും തകർന്നുപോയ പ്രതീക്ഷകളായും മാറിയിരുന്നു. ഒപ്പം മറ്റൊരു വിചിത്രമായ കാര്യം, എല്ലാ ചിത്രങ്ങളും പഴയതുപോലെ കറുത്ത മഷിയിൽ മാത്രം വരച്ചവയായിരുന്നു. ഒരു തുള്ളി ചുവപ്പോ പച്ചയോ മഞ്ഞയോ ആ ക്യാൻവാസുകളിൽ തൊട്ടിരുന്നില്ല. കുഞ്ഞു കയ്യിൽ പിടിച്ച കറുത്ത പേന കൊണ്ട് അവൾ വരച്ചിട്ടത് കറുപ്പ് മാത്രം നിറഞ്ഞ ഒരു ലോകമായിരുന്നു. 3 ആഴ്ചകൾ കടന്നുപോയപ്പോൾ അത്തരം 21 ചിത്രങ്ങൾ അവൾ വരച്ചു കഴിഞ്ഞിരുന്നു. ആദിത്യന്റെ മനസ്സിൽ വലിയ സംശയങ്ങളും ഭയവും മുളപൊട്ടി. തന്റെ മകൾ വരക്കുന്നത് വെറുമൊരു ഭാവനയല്ല, മറിച്ച് അവളുടെ മനസ്സിന്റെ ഏതോ കോണിൽ കിടക്കുന്ന വലിയൊരു അസ്വസ്ഥതയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഒരു വൈകുന്നേരം പഠനമുറിയിലെ കസേരയിലിരുന്ന് ഡ്രോയിങ് ബുക്കിലെ താളുകൾ ഓരോന്നായി മറിച്ചു നോക്കുന്ന ദിയയുടെ അരികിലേക്ക് ആദിത്യൻ പതുക്കെ നടന്നു ചെന്നു. ദിയ മോളെ. അവൻ അവളുടെ അരികിൽ കുനിഞ്ഞിരുന്നു. അവൾ ആദിത്യനെ നോക്കി ഒന്ന് മൂളി. മോളെ, ആരാണ് ഈ ചിത്രത്തിലെ ചേച്ചി? ആദിത്യൻ വളരെ ആർദ്രമായി ചോദിച്ചു. ദിയ ആ ചിത്രത്തിലേക്ക് കണ്ണുകൾ ഉറപ്പിച്ചു. എനിക്കറിയില്ല പപ്പ. അറിയില്ലെങ്കിൽ പിന്നെ എല്ലാ ദിവസവും എന്തിനാ മോളെ ഈ ചേച്ചിയെ തന്നെ വരക്കുന്നത്? വേറെ എത്രയോ നല്ല നല്ല പൂക്കളും മരങ്ങളും മോൾക്ക് വരക്കാമല്ലോ. ദിയ മറുപടി പറയാതെ നിശബ്ദയായി. അവളുടെ കണ്ണുകളിൽ പറഞ്ഞറിയിക്കാനാകാത്ത ഒരുതരം ഭയം നിറഞ്ഞിരുന്നു. എന്തോ പറയാൻ ആഗ്രഹിക്കുന്നത് പോലെ, എന്നാൽ അത് വാക്കുകളിലാക്കാൻ കഴിയാത്തതുപോലെ അവൾ അസ്വസ്ഥയായി. മോളെ, ഈ ചേച്ചിയെ നീ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ പുറത്തു പോയപ്പോഴോ മറ്റോ? അവൻ വീണ്ടും അവളിലേക്ക് ചേർന്ന് നിന്ന് ചോദിച്ചു. ഇല്ല പപ്പ, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാ മോളെ ഇത്ര വ്യക്തമായി ഈ മുഖം വരക്കാൻ പറ്റുന്നത്? നീ നോക്ക്, ഓരോ ചിത്രത്തിലും ഈ ചേച്ചിയുടെ കണ്ണ്, മുടി, മുഖം എല്ലാം ഒരുപോലെ ഇരിക്കുന്നു. ദിയ കുറച്ചു നേരം ആലോചിച്ച ശേഷം എഴുന്നേറ്റ് പോയി ജനാലയിലൂടെ പുറത്തെ കറുക്കുന്ന ആകാശത്തേക്ക് നോക്കി പതുക്കെ പറഞ്ഞു. എനിക്കറിയില്ല പപ്പ, പക്ഷേ ചിലപ്പോൾ ഞാൻ കണ്ണടക്കുമ്പോൾ ഈ ചേച്ചി എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരും. അപ്പോൾ എനിക്ക് പേടിയാകും. പക്ഷേ കൂടെ തന്നെ ആ ചേച്ചിയെ വരക്കണമെന്ന് തോന്നും. വരച്ചു കഴിയുമ്പോൾ എനിക്ക് ചെറിയൊരു ആശ്വാസം കിട്ടും. മകളുടെ ആ വാക്കുകൾ ആദിത്യന്റെ ഹൃദയത്തിൽ വലിയൊരു ആഘാതമായി പതിച്ചു. രാത്രി മുഴുവൻ അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ പ്രഭാത ഭക്ഷണത്തിനിടെ ആദിത്യൻ വീണ്ടും സംഭാഷണം ആ വഴിയിലേക്ക് കൊണ്ടുപോയി. ദിയ, ആ ചേച്ചിയെക്കുറിച്ച് വേറെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ മോളെ? അവളോട് സംസാരിച്ചിട്ടുണ്ടോ മനസ്സിൽ? ദിയ മുന്നിലിരുന്ന പാൽ ഗ്ലാസ് കയ്യിലെടുത്ത് കുറച്ചു നേരം അതിലേക്ക് നോക്കി ആലോചിച്ചു. പപ്പ, അവൾ വിതുമ്പുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ആ ചേച്ചിക്ക് ആരുമില്ലെന്ന് തോന്നുന്നു. അവൾ എപ്പോഴും വലിയൊരു ഇരുട്ടിൽ ഒറ്റക്കാണ് ഇരിക്കുന്നത്. എനിക്ക് കണ്ണടച്ച് കാണുമ്പോഴൊക്കെ അവൾ കരയുന്നത് പോലെ തോന്നും. നമ്മളോട് എന്തോ പറയാൻ വരുന്നത് പോലെ. ആ വാക്കുകൾ കേട്ട നിമിഷം ആദിത്യന്റെ കയ്യിലിരുന്ന സ്പൂൺ പ്ലേറ്റിലേക്ക് വീണു. അവൻ പകച്ചുപോയി. 8 വയസ്സുകാരിയായ ഒരു കുഞ്ഞിന്റെ ഉള്ളിലെ ഈ മാനസികാവസ്ഥ ഇനി വെറുമൊരു കുട്ടിക്കളിയായോ ഭാവനയായോ തള്ളിക്കളയാൻ കഴിയില്ലെന്ന് അവന് പൂർണ്ണമായി ബോധ്യപ്പെട്ടു. ഇതിന് പിന്നിൽ എന്തോ ആഴത്തിലുള്ള ഭയമോ അസ്വസ്ഥതയോ ഉണ്ട്. വൈകുന്നേരം വരെ കാത്തു നിൽക്കാതെ ഉച്ചയോടെ തന്നെ അവൻ തന്റെ അടുത്ത സുഹൃത്തും കൊച്ചിയിലെ പ്രമുഖ ശിശുരോഗ വിദഗ്ധനുമായ ഡോക്ടർ അരുണിനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. ആദി, നീ ആദ്യം ഒന്ന് ശാന്തനാകോ. ഭയപ്പെടേണ്ടതില്ല, അരുൺ അവനെ ആശ്വസിപ്പിച്ചു. ചില സമയങ്ങളിൽ കുട്ടികൾ തങ്ങളുടെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന ആഗ്രഹങ്ങളോ ഭയങ്ങളോ അല്ലെങ്കിൽ തങ്ങൾ കാണുന്ന സ്വപ്നങ്ങളോ ഒക്കെ ചിത്രങ്ങളിലൂടെ പുറത്തു കാണിക്കാറുണ്ട്. പ്രത്യേകിച്ച് അമ്മയില്ലാതെ വളരുന്ന കുട്ടികളിൽ ഇത്തരം ഏകാന്തതയുടെ ലക്ഷണങ്ങൾ കാണാറുണ്ട്. എങ്കിലും ഒരേ ചിത്രം ഇങ്ങനെ ആവർത്തിച്ച് നിറങ്ങളില്ലാതെ വരക്കുന്നത് നമ്മൾ ഗൗരവത്തോടെ കാണണം. ഞാൻ എന്താണ് ചെയ്യേണ്ടത് അരുൺ? ആദിത്യൻ ആശങ്കയോടെ ചോദിച്ചു. മികച്ചൊരു ചൈൽഡ് സൈക്കോളജിസ്റ്റിനെ കാണിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുട്ടികളുടെ ഈ പെരുമാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ബിഹേവിയറൽ തെറാപ്പിയിൽ വളരെ വിദഗ്ധയായ ഡോക്ടർ മായ നായരെ കാണും. അവർക്ക് ദിയയുടെ മനസ്സ് വായിച്ചെടുക്കാൻ കഴിയും, അരുൺ നിർദ്ദേശിച്ചു. ഡോക്ടർ അരുൺ നൽകിയ നമ്പറിലേക്ക് വിളിച്ച് ആദിത്യൻ ഉടൻ തന്നെ ഡോക്ടർ മായയുടെ അടുത്ത ദിവസത്തെ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്തു. ഫോൺ വെച്ച ശേഷം അവൻ ദിയയുടെ പഠനമുറിയിലേക്ക് നടന്നു. മേശപ്പുറത്തിരുന്ന ആ കറുത്ത മഷി പടർന്ന ഡ്രോയിങ് ബുക്ക് അവൻ വീണ്ടും തുറന്നു. അതിലെ ഓരോ താളും മറിച്ചു നോക്കി അവൻ അത്ഭുതപ്പെട്ടു. അങ്ങനെ അപ്പോയിൻമെന്റ് കിട്ടിയ ദിവസം വന്നെത്തി. വൈകുന്നേരം കൃത്യം 4 മണി. കൊച്ചിയിലെ തിരക്കുകളിൽ നിന്ന് വേറിട്ട് മരത്തണലുകൾ അതിരിട്ട ശാന്തമായൊരു വഴിയിലായിരുന്നു മൈൻഡ് ബ്ലൂം ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ. പുറത്തുനിന്ന് നോക്കിയാൽ ഒരു ആശുപത്രി എന്നതിനേക്കാൾ ഒരു വീടിന്റെ ശാന്തത തോന്നിക്കുന്ന കെട്ടിടം. കാർ പാർക്ക് ചെയ്ത്
അസ്വസ്ഥതയോടെ വിറക്കുന്ന ദിയയുടെ കുഞ്ഞു കൈകൾ സ്വന്തം ഉള്ളം കൈയിൽ ഒതുക്കി ആദിത്യൻ അകത്തേക്ക് നടന്നു. ആ കുഞ്ഞിന്റെ ഉള്ളിലെ ഭയം മനസ്സിലാക്കിയതുപോലെ അവൻ അവളുടെ വിരലുകളിൽ കുറച്ചുകൂടി മുറുക്കി പിടിച്ചു. ഡോക്ടർ മായയുടെ ക്യാബിനിൽ ശാന്തത തങ്ങി നിന്നിരുന്നു. ദിയ വരച്ച കറുത്ത മഷി പടർന്ന ചിത്രങ്ങൾ ഓരോന്നായി പരിശോധിക്കുമ്പോൾ ഡോക്ടറുടെ കണ്ണുകളിൽ ഒരു ചിന്താക്കുഴപ്പം പ്രകടമായിരുന്നു. ചിത്രങ്ങളിലെ കറുപ്പിന്റെ ആഴവും പെൺകുട്ടിയുടെ കണ്ണുകളിലെ ദുഃഖവും അവർ ഒന്നുകൂടി ഉറ്റുനോക്കി. ഈ ചിത്രങ്ങളിൽ വളരെ വലിയൊരു ആന്തരിക പ്രതീകാത്മകതയുണ്ട് ആദിത്യൻ, ഡോക്ടർ ഫയൽ താഴെ വെച്ചുകൊണ്ട് പറഞ്ഞു. കുട്ടികൾ അവരുടെ ഉള്ളിലെ അടക്കിവെച്ച ഭയങ്ങളോ അപരിചിതമായ ഭാവനകളോ ആണ് ക്യാൻവാസിലേക്ക് പകരുന്നത്. ദിയയുടെ മനസ്സിലെ ഈ കുരുക്ക് അഴിച്ചെടുക്കാൻ നമുക്ക് ഇവിടുത്തെ ആർട്ട് തെറാപ്പിസ്റ്റിന്റെ സഹായം കൂടി തേടാം. കുട്ടികളുടെ ഓരോ വരക്കും പിന്നിലെ മനഃശാസ്ത്രം കൃത്യമായി വായിച്ചെടുക്കാൻ അവർക്ക് പ്രത്യേക കഴിവുണ്ട്. ആദിത്യൻ തലയാട്ടി. ഡോക്ടർ നിർദ്ദേശിച്ചതുപോലെ അവൻ ദിയയുടെ കൈപിടിച്ച് നീളമുള്ള ഇടനാഴിയിലൂടെ നടന്നു. ഇടനാഴിയുടെ അറ്റത്ത് മരവാതിലിൽ ചെറിയ അക്ഷരങ്ങളിൽ എഴുതിയിരുന്നു, ആർട്ട് തെറാപ്പി റൂം. ആദിത്യൻ വാതിലിൽ പതുക്കെ മുട്ടി. മറുപടിയൊന്നും കേൾക്കാഞ്ഞപ്പോൾ അവൻ പതിയെ വാതിൽ തള്ളി തുറന്നു. ഉച്ച കഴിഞ്ഞുള്ള സ്വർണ്ണ വെളിച്ച മുറിയിലെ വലിയ ഗ്ലാസ് ജനലിലൂടെ ഒഴുകിയെത്തുന്നുണ്ടായിരുന്നു. ക്യാൻവാസുകളുടെയും എണ്ണച്ചായങ്ങളുടെയും പ്രകൃതി ദൃശ്യങ്ങളുടെയും നടുവിൽ വർണ്ണങ്ങളുടെ ഒരു വേറെ തന്നെ ലോകം. മുറിയുടെ മധ്യത്തിൽ ഒരു വലിയ ക്യാൻവാസിന് മുന്നിൽ ഇളനീല കോട്ടൺ സാരിയെടുത്ത് ഒരു സ്ത്രീ തിരിഞ്ഞു നിന്ന് ചിത്രം വരയ്ക്കുകയായിരുന്നു. കാറ്റിലിളകുന്ന അവളുടെ നീണ്ട മുടിയിഴകൾ പുറത്തേക്ക് പടർന്നു കിടന്നിരുന്നു. വാതിൽ തുറന്ന ശബ്ദം കേട്ട് അവർ ബ്രഷ് ചലിപ്പിക്കുന്നത് നിർത്തി പതിയെ തിരിഞ്ഞു നോക്കി. ആ നിമിഷം ആ മുറിയിലെ സമയത്തിന്റെ ചക്രങ്ങൾ നിലച്ചുപോയി. ആദിത്യന്റെ കയ്യിലിരുന്ന ചിത്രങ്ങളുടെ ഫയൽ അവന്റെ പിടിവിട്ട് നിലത്തേക്ക് വഴുതി വീണു. ആ പേപ്പർ ഷീറ്റുകൾ നിലത്ത് ചിതറിത്തെറിച്ചു. അവന്റെ നെഞ്ചിടിപ്പ് ഒരു കൊടുങ്കാറ്റായി മാറി. ചുണ്ടുകൾ പതുക്കെ വിറച്ചു. തിരിഞ്ഞു നിന്ന രൂപത്തിലേക്ക് നോക്കി വിശ്വസിക്കാൻ കഴിയാതെ അവന്റെ കാഴ്ച മങ്ങി. മീര. അവന്റെ തൊണ്ടയിൽ നിന്ന് ആ പേര് വിറയലോടെ പുറത്തു വന്നു. അതേസമയം ആദിത്യന്റെ ശബ്ദം കേട്ട നിമിഷം മീരയുടെ കയ്യിലിരുന്ന പെയിന്റിംഗ് ബ്രഷ് നിലത്ത് വീണു. അതിലെ ചായ നിലത്ത് ചെറിയൊരു പാടായി പടർന്നു. അവളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ടും ഞെട്ടൽ കൊണ്ടും വിടർന്നു. ശ്വാസമെടുക്കാൻ പോലും മറന്നതുപോലെ അവൾ ഒരു നിമിഷം നിശ്ചലമായി നിന്നു. 14 വർഷങ്ങൾ തന്റെ ക്യാമ്പസ് ജീവിതത്തിൽ ജീവന് തുല്യം സ്നേഹിച്ചവൾ ഒരു പ്രഭാതത്തിൽ ഒരു വാക്കുപോലും പറയാതെ തന്റെ ലോകത്തെ മുഴുവൻ ഇരുട്ടിലാക്കി അപ്രത്യക്ഷമായ അതേ മീര. അവളിൽ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. പണ്ടത്തെ ആ കുട്ടിത്വവും പ്രസരിപ്പും മാഞ്ഞു പോയിരുന്നു. മുഖത്ത് ജീവിതം സമ്മാനിച്ച അനുഭവങ്ങളുടെ ആഴമുള്ള നിഴലുകൾ വീണിരുന്നു. കണ്ണുകൾക്ക് ചുറ്റും ഏകാന്തതയുടെ കറുപ്പ് പടർന്നിരുന്നു. എങ്കിലും അവൻ രാപ്പകലുകളില്ലാതെ നെഞ്ചിലേറ്റിയ അതേ മീര തന്നെയായിരുന്നു അത്. രണ്ടുപേരുടെയും മനസ്സിലൂടെ 14 വർഷത്തെ ഓർമ്മകൾ ഒരു മിന്നൽ പിണർ പോലെ പാഞ്ഞുപോയി. ചോദിക്കാൻ 1000 ചോദ്യങ്ങൾ ഉള്ളിൽ അണപ്പൊട്ടിയൊഴുകി. എന്തിനാണ് എന്നെ ഉപേക്ഷിച്ചു പോയത്? എങ്ങനെ ജീവിക്കുകയായിരുന്നു ഇത്രയും കാലം? പക്ഷേ ആദിത്യന്റെ ചുണ്ടുകൾ പൂട്ടിക്കിടന്നു. മീരയുടെ കണ്ണുകളിൽ ഭയവും വേദനയും മാറി മാറി മറഞ്ഞു. ആ മുറിയിൽ ചുവരിലെ ക്ലോക്കിന്റെ ടിക് ടിക് ശബ്ദം മാത്രം മുഴങ്ങി. തന്റെ ഇമവെട്ടാത്ത നിൽപ്പ് ദിയയെ അസ്വസ്ഥമാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ മീര പെട്ടെന്ന് സ്വയം നിയന്ത്രിച്ചു. ആഴത്തിൽ ഒരു ശ്വാസമെടുത്ത് അവൾ തന്റെ വികാരങ്ങളെ ഒരു മാസ്കിന് പിന്നിൽ ഒളിപ്പിച്ചു. താനൊരു തെറാപ്പിസ്റ്റാണെന്നും മുന്നിൽ നിൽക്കുന്നത് ഒരു പേഷ്യന്റും അച്ഛനുമാണെന്നും അവൾ സ്വയം ഓർമ്മിപ്പിച്ചു. പതിയെ താഴേക്ക് കുനിഞ്ഞ് ചിതറിപ്പോയ ചിത്രങ്ങൾ ഓരോന്നായി പെറുക്കിയെടുത്ത് അവൾ മേശപ്പുറത്ത് വെച്ചു. കൈകൾ വിറക്കുന്നുണ്ടായിരുന്നെങ്കിലും അവൾ അത് പുറത്തു കാണിച്ചില്ല. മോളെ, വന്നിരിക്ക്. തികച്ചും പ്രൊഫഷണലായ എന്നാൽ തണുത്ത ഒരു ശബ്ദത്തിൽ മീര വിളിച്ചു. ദിയ പതുക്കെ മീരയുടെ അടുത്തേക്ക് നടന്നു. മീര ആ ചിത്രങ്ങൾ ഓരോന്നായി മറിച്ചു നോക്കി. ചിത്രത്തിലെ പെൺകുട്ടിയുടെ കറുത്ത മഷി പടർന്ന കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ മീരയുടെ മുഖം കൂടുതൽ ഗൗരവമുള്ളതായി. ദിയ മോളെ, ഈ ചേച്ചി ആരാണെന്ന് മോൾക്കറിയാമോ? മീര വളരെ ആർദ്രമായി ചോദിച്ചു. ദിയ മീരയുടെ കണ്ണുകളിലേക്ക് നോക്കി തലയാട്ടി. ഇല്ല, പക്ഷേ ഈ ചേച്ചി എപ്പോഴും സങ്കടത്തിലാണെന്ന് തോന്നും. ജനാലയിലൂടെ നോക്കുമ്പോൾ അവൾ കരയുന്നത് പോലെ തോന്നും. കുഞ്ഞിന്റെ ആ വാക്കുകൾ മീരയുടെ ഉള്ളിൽ എന്തോ കൊളുത്തി വലിച്ചു. അവൾ ആ ചിത്രങ്ങൾ അടച്ചുവെച്ച് ആദിത്യന് നേരെ തിരിഞ്ഞു. അവനുമായി കണ്ണുകൾ കോർക്കാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴൊന്നും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല ആദിത്യൻ. മീര വളരെ അകലം പാലിച്ചു പറഞ്ഞു. ദിയയുടെ മനസ്സിൽ എന്തോ ആഴത്തിലുള്ള ഭയമോ വേദനയോ രൂപപ്പെട്ടിട്ടുണ്ട്. അതിന് കുറച്ച് ആർട്ട് തെറാപ്പി സെഷനുകൾ വേണ്ടിവരും. സെഷൻ കഴിഞ്ഞ് ദിയയുടെ കൈപ്പിടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ ആദിത്യൻ വാതിലിനടുത്ത് വെച്ച് പെട്ടെന്ന് നിന്നു. അവൻ തിരിഞ്ഞു നോക്കി. മീര ക്യാൻവാസിന് നേരെ തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. മീര, അവൻ യാചനയോടെ വിളിച്ചു. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം. മീര കണ്ണുകൾ അടച്ചു. അവളുടെ നെഞ്ച് അതിവേഗം പടപടായിടിച്ചു.
നമുക്കിടയിൽ ഇനി സംസാരിക്കാൻ ഒന്നുമില്ല ആദിത്യൻ. ഇല്ല മീര, 14 വർഷമായി ഞാൻ ജീവിക്കുന്നത് ഈ ഒരൊറ്റ ചോദ്യത്തിനുള്ള ഉത്തരത്തിന് വേണ്ടിയാണ്. പ്ലീസ്. അവന്റെ ശബ്ദം വിങ്ങി. മീര കുറച്ചു നേരം നിശബ്ദയായി നിന്നു. ഒടുവിൽ അവൾ തിരിഞ്ഞു നോക്കാതെ തന്നെ പറഞ്ഞു, ഇവിടെ വെച്ച് ഒന്നും സംസാരിക്കാൻ കഴിയില്ല. വൈകുന്നേരം 5 മണിക്ക് ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് വരൂ. വെറും 5 മിനിറ്റ്. അതിൽ കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. അത്രയും പറഞ്ഞ് അവൾ ആർട്ട് റൂമിന്റെ വാതിലടച്ചു. പുറത്തുനിന്ന ആദിത്യൻ അടഞ്ഞ വാതിലിലേക്ക് നോക്കി ശ്വാസമടക്കി പിടിച്ചു നിന്നു. ഒടുവിൽ 14 വർഷത്തെ ഇരുട്ടിന് ശേഷം ഒരു ചെറിയ വെളിച്ചം തന്റെ മുന്നിൽ തെളിയുന്നതുപോലെ അവന് തോന്നി. സായാഹ്നത്തിന്റെ സ്വർണ്ണ വെളിച്ചം കടലിൽ അലിഞ്ഞു ചേരുന്ന സമയമായിരുന്നു അത്. ഫോർട്ട് കൊച്ചി ബീച്ചിലേക്ക് ആഞ്ഞടിച്ചെത്തുന്ന തിരമാലകൾക്ക് പതിവില്ലാത്ത ഒരു ഇരമ്പലുണ്ടായിരുന്നു. കാറ്റിൽ പടരുന്ന ഉപ്പുരസവും അസ്തമയ സൂര്യന്റെ ചുവപ്പും ആ അന്തരീക്ഷത്തെ കൂടുതൽ ഗൗരവമുള്ളതാക്കി. കടൽ തീരത്ത് ചെറിയൊരു ബെഞ്ചിൽ ആദിത്യൻ ഇരിപ്പുണ്ടായിരുന്നു. അല്പം അകലെ മണലിൽ വിരലുകൾ കൊണ്ട് എന്തൊക്കെയോ വരച്ചു കളിക്കുന്ന ദിയയെ അവൻ ഇടയ്ക്കിടെ നോക്കി. അവന്റെ ഹൃദയം ഒരു പടക്കുതിരയെ പോലെ കുതിച്ചുയരുകയായിരുന്നു. കയ്യിലെ വാച്ചിലേക്ക് അവൻ ഓരോ മിനിറ്റിലും കണ്ണോടിച്ചു. 14 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം തന്റെ ജീവിതം തകർത്ത ആ ചോദ്യത്തിന് മറുപടി ലഭിക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. കൃത്യം 5 മണിക്ക് നടപ്പാതയിലൂടെ മീര വരുന്നത് അവൻ കണ്ടു. ഇളം ചാര നിറത്തിലുള്ള സാരിയിൽ കാറ്റിൽ പാറുന്ന മുടിയിഴകൾ കൈകൊണ്ട് ഒതുക്കി അവൾ നടന്നു വന്നു. ഓരോ ചുവടിലും ഒരുതരം മടിയും ഭാരവും പ്രകടമായിരുന്നു. അവൾ ആദിത്യന് മുന്നിൽ വന്നു നിന്നു. രണ്ടുപേരും കുറച്ചുനേരം ഒന്നും മിണ്ടിയില്ല. അവർക്കിടയിൽ കടലിന്റെ ഗർജനം മാത്രം ഒഴുങ്ങിക്കിട്ടു. കൃത്യം 5 മണി. മീര കയ്യിലെ വാച്ചിലേക്ക് നോക്കി തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു, നിനക്ക് ചോദിക്കാനുള്ളത് ചോദിക്കാം ആദിത്യൻ. എനിക്ക് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ആദിത്യൻ പതുക്കെ എഴുന്നേറ്റു. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. തൊണ്ടയിൽ എന്തോ തടഞ്ഞു നിൽക്കുന്നത് പോലെ അവൻ പ്രയാസപ്പെട്ടു. മീര, അവൻ ഇടറിയ ശബ്ദത്തിൽ വിളിച്ചു. 14 വർഷമായി എന്റെ ഉറക്കം കെടുത്തിയ, എന്റെ ഓരോ രാത്രികളെയും നരകമാക്കിയ ഒരേയൊരു ചോദ്യമേ എനിക്കുള്ളൂ. അവൻ അവളുടെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കി. അന്ന് ഒരു വാക്ക് പോലും പറയാതെ നീ എന്തിനാണ് എന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്? ഞാൻ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിരുന്നോ മീര? ആ ചോദ്യം കാറ്റിൽ അലിഞ്ഞു ചേർന്നതും മീരയുടെ ആത്മനിയന്ത്രണത്തിന്റെ അണക്കെട്ട് തകർന്നുപോയി. ഇത്രയും നേരം മുഖത്ത് കരുതി വെച്ച കൃത്രിമമായ ഗൗരവം അലിഞ്ഞുപോയി. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ തളം കെട്ടി. അവൾ മുഖം കടലിലേക്ക് തിരിച്ചു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആദിത്യൻ. മീരയുടെ ശബ്ദം വേദന കൊണ്ട് വിറച്ചു. നീ ഇന്നും വിചാരിക്കുന്നത് ഞാൻ നിന്നെ ചതിച്ച് വേറൊരു നല്ല ജീവിതം തേടിപ്പോയതാണെന്നല്ലേ? സത്യത്തിൽ ആ തെറ്റിദ്ധാരണ മരണം വരെ നിന്റെ മനസ്സിൽ മാറാതിരിക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. നീ എന്നെ വെറുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ആദിത്യൻ അമ്പരപ്പോടെ അവളെ നോക്കി. എന്തൊക്കെയാ നീ ഈ പറയുന്നത് മീര? മീര ആഴത്തിലൊരു ശ്വാസമെടുത്ത് കണ്ണുനീർ തുടച്ചു. 14 വർഷം മനസ്സിന്റെ ഏറ്റവും ആഴമുള്ള അറകളിൽ പൂട്ടിവെച്ച ആ കറുത്ത സത്യങ്ങൾ അവൾ ഓരോന്നായി പുറത്തെടുത്തു. നമ്മൾ കോളേജിലെ അവസാന വർഷം പഠിക്കുമ്പോഴാണ് അച്ഛൻ നമ്മുടെ ബന്ധത്തെക്കുറിച്ച് അറിയുന്നത്. നിനക്കന്ന് കയ്യിൽ പണമോ വലിയ ജോലിയോ ഇല്ലായിരുന്നു. സ്വപ്നങ്ങളും ആത്മവിശ്വാസവും മാത്രമായിരുന്നു നിന്റെ സമ്പാദ്യം. അന്ന് രാത്രി അച്ഛൻ എന്നെ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് വിളിച്ചു. മേശപ്പുറത്ത് ഒരു വലിയ വിഷക്കുപ്പി വെച്ചിട്ടുണ്ടായിരുന്നു. ആദിത്യന്റെ നെഞ്ചിലൊരുടി മിന്നി. അവൻ ശ്വാസം അടക്കി പിടിച്ചു. അച്ഛൻ ആ കുപ്പി ചൂണ്ടി എന്നോട് പറഞ്ഞു. മീരയുടെ കവിളിലൂടെ കണ്ണുനീർ ധാരധാരയായി ഒഴുക്കി. ആ പയ്യന്റെ കൂടെ ജീവിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ നീ ഈ ഇറങ്ങിപ്പോകുന്ന നിമിഷം ഞാൻ ഈ വിഷം കുടിച്ചു മരിക്കും. അന്ന് ഞാൻ അത് വിശ്വസിച്ചില്ല ആദിത്യൻ. പക്ഷേ അച്ഛൻ ആ കുപ്പിയെടുത്ത് തുറന്നപ്പോൾ എനിക്ക് ഭയമായി. എന്റെ കൺമുന്നിൽ സ്വന്തം അച്ഛൻ പിടഞ്ഞു മരിക്കുന്നത് കാണാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. മീര, അന്ന് എന്തുകൊണ്ട് നീ ഇതൊന്നും എന്നോട് പറഞ്ഞില്ല? ആദിത്യന്റെ ശബ്ദം പൊട്ടിപ്പോയി. പറഞ്ഞിരുന്നെങ്കിലോ? മീര അവന് നേരെ തിരിഞ്ഞ് വൈകാരികമായി ചോദിച്ചു. നീ അടങ്ങിയിരിക്കുമായിരുന്നോ? നീ എന്റെ അച്ഛന്റെ മുന്നിൽ വന്ന് വഴക്കിടുമായിരുന്നു. എന്റെ അച്ഛനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ എന്റെ അച്ഛൻ കടുംപിടുത്തക്കാരനാണ്. ആ പിടിവാശിക്കൊടുവിൽ എനിക്ക് എന്റെ അച്ഛന്റെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു ആദിത്യൻ. അതുമല്ലെങ്കിൽ നിന്റെ കരിയറും ഭാവിയും നീ നശിപ്പിക്കുമായിരുന്നു. അവൾ അവന്റെ കൈകളിൽ തൊടാതെ ചേർന്ന് നിന്നു. അതുകൊണ്ട് ഞാൻ ഏറ്റവും ക്രൂരമായ ആ തീരുമാനമെടുത്തു. നീ എന്നെ വെറുക്കണം. ഞാൻ നിന്നെ വഞ്ചിച്ചതാണെന്ന് വിചാരിച്ച് നീ ആ ദേഷ്യത്തിൽ മുന്നോട്ടു പോകണം. നിന്റെ സ്വപ്നങ്ങൾ നേടണം. അതിനുവേണ്ടി ഞാൻ നിന്നെ ഉപേക്ഷിച്ചു പോകുന്നതായി അഭിനയിക്കുകയായിരുന്നു. നിന്റെ മുന്നിൽ വെച്ച് ആ നുണ പറഞ്ഞ് തിരിഞ്ഞു നടക്കുമ്പോൾ ഞാൻ ഉള്ളിൽ മരിക്കുകയായിരുന്നു ആദിത്യൻ. ഓരോ നിമിഷവും ഒരു ശവത്തെ പോലെയാണ് ഞാൻ ജീവിച്ചത്. ആദിത്യൻ സ്തബ്ധനായി നിന്നുപോയി. അവന്റെ കാലുകൾ നിലത്തുറക്കാതെ പിന്നോട്ടാടി. 14 വർഷമായി തന്റെ ഉള്ളിൽ കനലെരിഞ്ഞ ദേഷ്യവും വെറുപ്പും പരാതികളും ഒരൊറ്റ നിമിഷം കൊണ്ട് ആവിയായിപ്പോയി. തനിക്ക് വേണ്ടി
തൻ്റെ ഭാവിക്കും സ്വന്തം അച്ഛൻ്റെ ജീവനും വേണ്ടി ഒരു പെൺകുട്ടി ചുമന്നത് എത്ര വലിയ കുറ്റബോധത്തിൻ്റെയും വേദനയുടെയും ഭാരമായിരുന്നു എന്ന് അവൻ ചിന്തിച്ചു. മീര, അവൻ അവളുടെ അരികിലേക്ക് നീങ്ങി നിന്നു. ഇത്രയും വലിയൊരു ഭാരം നീ ഇത്രയും കാലം ഒറ്റയ്ക്ക് ചുമന്നോ? എന്നിട്ട് നിന്റെ ജീവിതം? മീര ഒരു നിരാശ ചാരുതയോടെ പുഞ്ചിരിച്ചു. അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ ഒരു വിവാഹത്തിന് സമ്മതിച്ചു. പക്ഷേ മനസ്സിൽ വേറൊരാളുടെ ഓർമ്മകളും പേറി മറ്റൊരാളോടൊപ്പം ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ആ ബന്ധം അധികകാലം നീണ്ടില്ല. ഞങ്ങൾ വേർപിരിഞ്ഞു. കുറെ വർഷങ്ങളായി ഞാൻ എൻ്റേതായ ഈ കൊച്ചു ലോകത്ത് ഒറ്റക്കാണ്. ആദിത്യൻ കണ്ണുകളടച്ചു. മീരയെ പോലെ തന്നെ താനും തകർന്നു പോയ കഥ അവൻ പങ്കുവച്ചു. പ്രിയപ്പെട്ട ഭാര്യ അനന്യയുടെ അപ്രതീക്ഷിത വേർപാടും അതിനുശേഷം തൻ്റെ ജീവിതത്തിൽ ബാക്കിയായ ശൂന്യതയും അമ്മയില്ലാതെ വളരുന്ന ദിയയുടെ ഏകാന്തതയും അവൻ വിതുമ്പലോടെ പറഞ്ഞു നിർത്തി. കടൽക്കാറ്റ് കൂടുതൽ ശക്തമായി വീശിയടിച്ചു. സായാഹ്നം രാത്രിയിലേക്ക് വഴിമാറാൻ തുടങ്ങിയിരുന്നു. മീര, ആദിത്യൻ അവളുടെ കൈകളിലേക്ക് തൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു. ഇത്തവണ അവൾ കൈകൾ പിൻവലിച്ചില്ല. നമുക്ക് നഷ്ടപ്പെട്ട ആ 14 വർഷങ്ങൾ ഇനി ഒരിക്കലും തിരികെ ലഭിക്കില്ല. അത് കാലം കവർന്നെടുത്തു. പക്ഷേ അവൻ അവളുടെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കി. ഇനി ബാക്കിയുള്ള ജീവിതമെങ്കിലും നമുക്ക് ഒന്നിച്ച് നടന്നൂടെ? ദിയക്കൊരു അമ്മയായി, എനിക്ക് എൻ്റെ പഴയ മീരയായി. മീരയുടെ ഉള്ളിലൂടെ ഒരു വിറയൽ പാഞ്ഞുപോയി. ആ വാക്കുകൾ കേൾക്കാൻ അവളുടെ മനസ്സ് കൊതിച്ചിരുന്നു. പക്ഷേ വർഷങ്ങളുടെ ഒറ്റപ്പെടൽ നൽകിയ ഭയം അവളെ തടഞ്ഞു. അവൾ പതിയെ കൈകൾ പിൻവലിച്ച് പിന്നോട്ട് മാറി. എനിക്ക് പേടിയാണ് ആദിത്യൻ. മീര വിങ്ങിപ്പൊട്ടി. വീണ്ടും ഒരു കുടുംബം സ്വപ്നം കാണാൻ എനിക്ക് പേടിയാണ്. വീണ്ടും എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്ന്, വീണ്ടും ഞാൻ ഒറ്റക്കായി പോകുമോ എന്ന് എൻ്റെ മനസ്സ് ഭയക്കുന്നു. എനിക്ക് കുറച്ച് സമയം വേണം. ആദിത്യൻ അവളുടെ ഭയം മനസ്സിലാക്കി തലയാട്ടി. ശരി മീര, ഇത്തവണ ഞാൻ നിന്നെ നിർബന്ധിക്കില്ല. നിന്റെ മനസ്സ് പൂർണ്ണമായി സമ്മതിക്കുന്നത് വരെ ഞാൻ കാത്തിരിക്കും. അകലേക്ക് നോക്കി നിന്ന ദിയ അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് ഓടി വന്നു. ആ കുഞ്ഞിന്റെ മുഖത്ത് മുമ്പെങ്ങുമില്ലാത്ത ഒരു ശാന്തതയുണ്ടായിരുന്നു. മീര പതുക്കെ താഴേക്ക് കുനിഞ്ഞ് ദിയയെ ചേർത്ത് പിടിച്ചു. ആ സ്പർശനത്തിൽ ഒരു അമ്മയുടെ ഊഷ്മളതയുണ്ടായിരുന്നു. 14 വർഷത്തെ കറുത്ത മഷി പടർന്ന ഭൂതകാലത്തിന് മീതെ പ്രകാശമുള്ള ഒരു പുതിയ പ്രഭാതം പതുക്കെ ഉദയം കൊള്ളുകയായിരുന്നു. ഫോർട്ട് കൊച്ചിയിലെ ആ വൈകുന്നേരത്തിന് ശേഷം ദിവസങ്ങൾ കൂടുതൽ ശാന്തമായി കടന്നുപോയി. മനസ്സിലെ 14 വർഷത്തെ ഭാരവും തെറ്റിദ്ധാരണകളും മാഞ്ഞുപോയതോടെ ആദിത്യൻ്റെയും മീരയുടെയും ഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ആഴ്ചയിൽ 3 ദിവസം പതിവ് പോലെ ആദിത്യൻ ദിയയുമായി തെറാപ്പി സെന്ററിലെത്തി. പക്ഷേ ഇപ്പോൾ ദിയയുടെ തെറാപ്പി സെഷനുകൾക്ക് പഴയ അന്തരീക്ഷമായിരുന്നില്ല. മുറിയിൽ അടക്കി വെച്ച സങ്കടങ്ങൾക്കോ കറുത്ത മഷിയുടെ ഗൗരവത്തിനോ സ്ഥാനമില്ലായിരുന്നു. വിചിത്രവും മനോഹരവുമായ ഒരു മാറ്റമാണ് പിന്നീട് അവിടെ കണ്ടത്. മുമ്പ് ഡ്രോയിങ് ബുക്കിലെ താളുകളിൽ കറുത്ത പേന കൊണ്ട് ദുഃഖം മാത്രം വരച്ചിരുന്ന ദിയയുടെ ക്യാൻവാസുകളിൽ പതുക്കെ നിറങ്ങൾ തിരികെ വരാൻ തുടങ്ങി. അവൾ വരച്ച മരങ്ങൾക്ക് പച്ചയും പൂക്കൾക്ക് ചുവപ്പും ആകാശത്തിന് തെളിഞ്ഞ നീല നിറവും വന്നു ചേർന്നു. ഒരു ദിവസം ആർട്ട് റൂമിലിരുന്ന് ദിയ വരക്കുന്ന പുതിയ ചിത്രം നോക്കുകയായിരുന്നു മീര. ആ ക്യാൻവാസിൽ 3 പേർ കൈകോർത്ത് നിൽക്കുന്നു. ഒരു അച്ഛൻ, ഒരു ചെറിയ പെൺകുട്ടി, അവരുടെ അരികിൽ ചിരിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീ. ഈ ചിത്രത്തിലെ ചേച്ചി ഇപ്പോൾ സന്തോഷവതിയാണല്ലോ ദിയ? മീര ദിയയുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ദിയ തന്റെ ബ്രഷ് താഴെ വെച്ച് വളരെ നിഷ്കളങ്കമായി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി കണ്ടപ്പോൾ ആദിത്യന്റെ ഉള്ളം സന്തോഷം കൊണ്ട് നിറഞ്ഞു. എന്നാൽ ഈ സന്തോഷം അധികനാൾ നീണ്ടുനിന്നില്ല. തെറാപ്പി സെന്ററിലെ ചില ജീവനക്കാരുടെ കണ്ണുകളിൽ ഈ അടുപ്പം സംശയത്തിന്റെ വിത്തുകൾ പാകി. ആദിത്യനും മീരയും തമ്മിൽ സംസാരിക്കുന്നതും അടുത്ത പെരുമാറ്റവും ഇടനാഴികളിൽ അടക്കിപ്പിടിച്ച അപവാദങ്ങൾക്ക് വഴിവെച്ചു. ഒടുവിൽ വിഷയം ചീഫ് ഡോക്ടർ KR വർമ്മയുടെ മുന്നിലെത്തി. അടുത്ത ദിവസം രാവിലെ മീരയെ ഡോക്ടർ വർമ്മ തന്റെ ക്യാബിനിലേക്ക് വിളിച്ചു. ഒരു പേഷ്യന്റിന്റെ പേരന്റുമായി നിനക്ക് വ്യക്തിപരമായ അടുപ്പമുണ്ടെന്ന് പരാതിയുണ്ട് മീര. ഡോക്ടറുടെ വാക്കുകളിൽ തികഞ്ഞ ഗൗരവമുണ്ടായിരുന്നു. വർഷങ്ങളായി സ്വന്തം അധ്വാനം കൊണ്ട് കെട്ടിപ്പടുത്ത തന്റെ ആത്മാഭിമാനം ഒരു നിമിഷം കൊണ്ട് ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ മീര തകർന്നുപോയി. മറുപടി പറയാൻ വിതുമ്പുന്ന തൊണ്ട അനുവദിച്ചില്ല. അപമാനത്താൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഡോക്ടറുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒന്നും മിണ്ടാതെ വഴിഞ്ഞൊഴുകുന്ന കണ്ണുനീർ തുടച്ച് അവൾ ആ ക്യാബിനിൽ നിന്നും വേഗത്തിൽ ഇറങ്ങിയോടി. ദിയയെ കാറിലുരുത്തി ആർട്ട് റൂമിലേക്ക് നടന്നു വരികയായിരുന്നു ആദിത്യൻ. ഇടനാഴിയിലൂടെ തല താഴ്ത്തി കരഞ്ഞുകൊണ്ട് ഓടിവരുന്ന മീരയെ കണ്ട് അവൻ ഞെട്ടിപ്പോയി. മീര, എന്തുപറ്റി? എന്താണ് മീര? അവൻ അത്ഭുതത്തോടെ അവളുടെ മുന്നിലേക്ക് കയറി നിന്നു. പക്ഷേ മീര അവന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും തയ്യാറായില്ല. താൻ കാരണം അവളുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റു എന്ന കുറ്റബോധം അവനെ വല്ലാതെ വേട്ടയാടുന്നുണ്ടായിരുന്നു. എന്നോടൊന്നും ചോദിക്കരുത് ആദിത്യൻ, പ്ലീസ് എന്നെ വിട്ടേക്ക് എന്ന് മാത്രം ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞ് അവൾ അവനെ മറികടന്ന് സ്വന്തം മുറിയിലേക്ക് കയറി വാതിലടച്ചു.
മീരയുടെ ഈ കരച്ചിലും പെരുമാറ്റവും ആദിത്യനെ വല്ലാതെ അസ്വസ്ഥനാക്കി. എന്തോ വലിയ പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ അവിടുന്ന് മടങ്ങിപ്പോയില്ല. പകരം ഹോസ്പിറ്റലിന് പുറത്ത് മരത്തണലിൽ അവൻ ക്ഷമയോടെ അവൾക്കായി കാത്തുനിന്നു. മണിക്കൂറുകൾ കടന്നുപോയി. ഉച്ചവെയിലിന്റെ ചൂട് കനത്തിട്ടും ആദിത്യൻ ആ കാത്തിരിപ്പ് അവസാനിപ്പിച്ചില്ല. അവൾ പുറത്തു വരാതെ, കാര്യം എന്താണെന്ന് അറിയാതെ ഒരടി മുന്നോട്ട് വെക്കില്ലെന്ന് അവൻ ഉറപ്പിച്ചിരുന്നു. ഒടുവിൽ വൈകുന്നേരത്തോടെ ബാഗും കയ്യിലെടുത്ത് കണ്ണുകൾ വീങ്ങി ചുവന്ന അവസ്ഥയിൽ മീര സ്ഥാപനത്തിന്റെ പടികൾ ഇറങ്ങി പുറത്തേക്ക് വന്നു. കാത്തുനിന്ന ആദിത്യനെ കണ്ടപ്പോൾ അവൾ അല്പം അമ്പരന്നു. ആദിത്യൻ ദൃഢമായ ചുവടുകളോടെ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നു. അവൻ അവളുടെ തടസ്സങ്ങൾ കേൾക്കാൻ കൂട്ടാക്കാതെ കാറിന്റെ വാതിൽ തുറന്നുകൊടുത്തു. മീര, ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ പ്ലീസ് കാറിൽ കയറൂ, നമുക്ക് സംസാരിക്കാം. ആദിത്യന്റെ ശബ്ദത്തിൽ സ്നേഹവും അതേസമയം നിരസിക്കാൻ കഴിയാത്ത ഒരു ദൃഢതയും ഉണ്ടായിരുന്നു. മനസ്സ് വല്ലാതെ തകർന്നിരുന്ന മീര എതിർപ്പുകളൊന്നും പ്രകടിപ്പിക്കാതെ കാറിൽ കയറിയിരുന്നു. ആദിത്യൻ കാർ നേരെ നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറിയുള്ള ശാന്തമായൊരു കോഫി ഷോപ്പിലേക്ക് ഓടിച്ചുപോയി. ചെറിയ സംഗീത പശ്ചാത്തലത്തിൽ മുഴങ്ങുന്ന ആ കോഫി ഷോപ്പിന്റെ മൂലയിലുള്ള ഒരു മേശക്കരികിൽ അവർ രണ്ടുപേരും ഇരുന്നു. ചൂടുള്ള കോഫി മേശപ്പുറത്ത് ആവി പറന്നു നിന്നു. ഇനി പറ മീര, എന്താണ് ഇന്ന് അവിടെ സംഭവിച്ചത്? ആദിത്യൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ആർദ്രമായി ചോദിച്ചു. മീര കോഫി കപ്പിലേക്ക് നോക്കി കണ്ണീരൊഴുക്കി. ഇടറിയ ശബ്ദത്തിൽ അവൾ ഡോക്ടർ വർമ്മ പറഞ്ഞ കാര്യങ്ങളും തങ്ങൾക്കിടയിലെ ബന്ധത്തെക്കുറിച്ച്, തെറാപ്പി സെന്ററിൽ പ്രചരിക്കുന്ന അപവാദങ്ങളെക്കുറിച്ചും പറഞ്ഞു നിർത്തി. എന്റെ ആത്മാഭിമാനമാണ് ചോദ്യം ചെയ്യപ്പെട്ടത് ആദിത്യൻ. എല്ലാവരും കരുതുന്നത് ഞാനൊരു പേഷ്യന്റിന്റെ അച്ഛനുമായി അനാവശ്യ അടുപ്പം സ്ഥാപിക്കുന്നു എന്നാണ്. എനിക്കത് താങ്ങാൻ കഴിയുന്നില്ല. അവൾ വിങ്ങിപ്പൊട്ടി. മീരയുടെ വാക്കുകൾ കേട്ടതും ആദിത്യന്റെ നെഞ്ചിലൊരു കനലെരിഞ്ഞു. തനിക്ക് വേണ്ടിയും മകൾക്ക് വേണ്ടിയും വീണ്ടും അധിക്ഷേപങ്ങൾ സഹിക്കുന്ന മീരയുടെ അവസ്ഥയോർത്തപ്പോൾ അവന്റെ രക്തം തിളച്ചു. എങ്കിലും അവളോട് സംസാരിക്കുമ്പോൾ അവൻ തികച്ചും ശാന്തനായി. അവൻ മേശപ്പുറത്തിരുന്ന അവളുടെ വിറക്കുന്ന കൈകൾ സ്വന്തം കൈകൾക്കുള്ളിൽ ചേർത്ത് വെച്ചു. മീര, എന്റെ കണ്ണുകളിലേക്ക് നോക്കൂ, അവൻ വളരെ ആർദ്രമായി പറഞ്ഞു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മറ്റുള്ളവരുടെ വില കുറഞ്ഞ ചിന്തകൾക്കോ തെറ്റിദ്ധാരണകൾക്കോ നിന്റെ ആത്മാഭിമാനത്തെ അളക്കാൻ കഴിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വേണ്ടി വലിയൊരു ത്യാഗം സഹിച്ചവളാണ് നീ. എന്നും എൻ്റെ മകൾക്ക് അമ്മയുടെ സ്നേഹം നൽകാനും അവളുടെ ഇരുണ്ട ലോകത്തേക്ക് നിറങ്ങൾ തിരികെ കൊണ്ടുവരാനും നിനക്കല്ലാതെ വേറെ ആർക്കാണ് കഴിഞ്ഞത്? അവൻ അവളുടെ കൈകളിൽ അല്പം കൂടി അമർത്തി പിടിച്ചു. മറ്റുള്ളവർ എന്തു പറയുന്നു എന്നത് നമ്മളെ ബാധിക്കുന്നതല്ല. നിന്റെ മാന്യതയ്ക്ക് തെല്ലും കോട്ടം തട്ടാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഇത് ഞാൻ പരിഹരിച്ചോളാം. നീ ഇനി ഇതിന്റെ പേരിൽ ഒരു തുള്ളി കണ്ണീരും പൊഴിക്കരുത്. ദിയക്കും എനിക്കും നീ ആരാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തണലാണ് നീ. ആദിത്യന്റെ ആ വാക്കുകളിലും ആശ്വാസത്തിലും മീരയുടെ മനസ്സിലെ ഭാരമെല്ലാം പതുക്കെ അലിഞ്ഞുപോയി. കാത്തിരിപ്പിനൊടുവിൽ തനിക്കായി ഉറച്ചു നിൽക്കാൻ, തണലാകാൻ ഒരാളുണ്ടെന്ന തിരിച്ചറിവ് അവളുടെ ഉള്ളിൽ വലിയൊരു ആശ്വാസം നൽകി. മീരയുടെ കണ്ണുകളിൽ അപ്പോൾ സങ്കടത്തിന് പകരം ആദിത്യനോടുള്ള ആഴമുള്ള സ്നേഹവും ബഹുമാനവും മാത്രം നിറഞ്ഞു നിന്നു. കോഫി ഷോപ്പിലെ ആ സംഭാഷണത്തിന് ശേഷം ആദിത്യൻ മീരയെ വീടിന് മുന്നിൽ കൊണ്ടുവിട്ടു. മീര, ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. നാളെ എല്ലാം ശരിയാകും. കാറിൽ നിന്നിറങ്ങുമ്പോൾ ആദിത്യൻ നൽകിയ ആ ആശ്വാസവാക്കുകൾ മാത്രമായിരുന്നു ആ രാത്രിയിൽ മീരയ്ക്ക് ഏകതണൽ. എന്നാൽ അന്നത്തെ രാത്രി ആ രണ്ടുപേർക്കും ഉറക്കമില്ലാത്തതായിരുന്നു. തന്റെ മുറിയുടെ ജനലരികിൽ ഇരുട്ടിലേക്ക് നോക്കി തളർന്നിരിക്കുകയായിരുന്നു മീര. ആദിത്യന്റെ സ്നേഹം നിറഞ്ഞ വാക്കുകൾ ഉള്ളിൽ ആശ്വാസം നൽകിയെങ്കിലും തന്റെ ആത്മാഭിമാനത്തിന്മേൽ വീണ നിഴൽ അവളെ വല്ലാതെ വേട്ടയാടി. താൻ കാരണം അവന്റെ ജീവിതത്തിൽ വീണ്ടും പ്രയാസങ്ങൾ ഉണ്ടാകുമോ എന്ന ഭയം അവളെ ഒട്ടും ഉറങ്ങാൻ അനുവദിച്ചില്ല. അതേസമയം ആദിത്യന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. കിടപ്പുമുറിയിൽ വശങ്ങളിലേക്ക് തിരിഞ്ഞു കിടക്കുമ്പോഴും അവന്റെ മനസ്സിൽ മീരയുടെ വിതുമ്പുന്ന മുഖമായിരുന്നു. പപ്പ ഉറങ്ങിയില്ലേ? പകൽ നടന്നതൊന്നും അറിയാതെ കിടക്കയിൽ അരികിലേക്ക് നീങ്ങിക്കിടന്നുകൊണ്ട് ദിയ പതുക്കെ ചോദിച്ചു. ആദിത്യൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തലമുടിയിൽ തഴുകി. ഇല്ല മോളെ, മോൾക്ക് ഉറക്കം വരുന്നില്ലേ? ഇല്ല പപ്പ, ദിയ ഇരുട്ടിലേക്ക് നോക്കി പതുക്കെ പറഞ്ഞു. എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വരുന്നു. പണ്ടൊക്കെ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരുമായിരുന്നു. ഇപ്പോൾ ആ ഓർമ്മകൾ വരുമ്പോൾ എനിക്ക് സങ്കടം വരും. ആദിത്യന്റെ നെഞ്ചിലൊരു വിങ്ങൽ പടർന്നു. അവൻ മക്കളെ കുറച്ചുകൂടി ചേർത്ത് പിടിച്ചു. ദിയ അവന്റെ മുഖത്തേക്ക് നോക്കി തികച്ചും നിഷ്കളങ്കമായി ചോദിച്ചു. പപ്പ, നമുക്ക് അമ്മക്ക് പകരം നമ്മുടെ മീരമേടത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ? മീരമേടം എന്നെ തൊടുമ്പോഴും സംസാരിക്കുമ്പോഴും എനിക്ക് പഴയതുപോലെ അമ്മയുടെ മണം കിട്ടാറുണ്ട്. മേഡം നമ്മുടെ കൂടെ വന്നാൽ അമ്മയെപ്പോലെ നമ്മളെ നോക്കില്ലേ പപ്പ?
ഒരു 8 വയസ്സുകാരിയുടെ ആ കുഞ്ഞു ചോദ്യത്തിനു മുന്നിൽ ആദിത്യന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഏതൊരു അച്ഛനും കേൾക്കാൻ കൊതിക്കുന്ന, എന്നാൽ വിധി തടഞ്ഞു നിർത്തിയ ഉത്തരമായിരുന്നു അത്. കുഞ്ഞിന്റെ മനസ്സ് എത്ര എളുപ്പത്തിലാണ് മീരയെ അമ്മയായി സ്വീകരിച്ചിരിക്കുന്നത് എന്നവൻ ചിന്തിച്ചു. കൊണ്ടുവരാം മോളെ. അവൻ വിങ്ങിപ്പൊട്ടുന്ന ശബ്ദത്തോടെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. പപ്പ ഈ ലോകത്ത് എന്തൊക്കെ നഷ്ടപ്പെടുത്തിയാലും മീര മേഡത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരും. ആ വാഗ്ദാനം കേട്ട ആശ്വാസത്തിൽ അല്പസമയത്തിനകം ദിയ അവന്റെ നെഞ്ചിൽ കിടന്ന് ശാന്തമായി ഉറങ്ങി. എന്നാൽ പിറ്റേന്ന് രാവിലെ പതിവ് പോലെ 9 മണിയോടെ മീര തെറാപ്പി സെന്ററിലേക്ക് എത്തുമ്പോൾ അന്തരീക്ഷത്തിൽ വല്ലാത്തൊരു നിശബ്ദത തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. സെന്ററിലെ റിസപ്ഷനിലും ഇടനാഴികളിലും നിൽക്കുന്ന സഹപ്രവർത്തകർ അവൾ കടന്നു പോകുമ്പോൾ അർത്ഥവത്തായ നോട്ടങ്ങളോടെ മാറി നിൽക്കുകയും അപവാദങ്ങൾ മന്ത്രിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മീരയുടെ ഉള്ളിൽ ഭയത്തിന്റെ ഒരു കുള്ളുമിൻ മിന്നി. അവൾ ആർട്ട് റൂമിലേക്ക് നടക്കാൻ തുടങ്ങിയതും ഇടനാഴിയുടെ നടുവിലുള്ള വലിയ നോട്ടീസ് ബോർഡിന് മുന്നിൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടു. അവളിൽ നിന്ന് കണ്ണുകൾ മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ചിലർ മാറിയിറങ്ങി. സംശയത്തോടെ മീര നോട്ടീസ് ബോർഡിന് അടുത്തേക്ക് നടന്നു. അവിടെ പ്രിന്റ് ചെയ്ത് പതിപ്പിച്ചിരുന്ന ആ വെള്ളക്കടലാസിലേക്ക് കണ്ണുകൾ ചെന്നതും മീരയുടെ ലോകം ഒരു നിമിഷം കൊണ്ട് നിശ്ചലമായി. അതൊരു അജ്ഞാത നോട്ടീസായിരുന്നു. സ്ഥാപനത്തിന്റെ പേരിനും അന്തസ്സിനും കളങ്കമുണ്ടാക്കുന്ന രീതിയിൽ മീര ഒരു ധനികനായ പേഷ്യന്റിന്റെ അച്ഛനുമായി അനാവശ്യമായ വ്യക്തിബന്ധം പുലർത്തുന്നുവെന്നും പ്രൊഫഷണൽ എത്തിക്സ് ലംഘിച്ചുകൊണ്ട് സെന്ററിന്റെ അന്തരീക്ഷം തകർക്കുന്നുവെന്നും അതിൽ അച്ചടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അക്ഷരങ്ങൾ ഓരോന്നും അവളുടെ നെഞ്ചിലേക്ക് കൂർത്ത മുള്ളുകൾ പോലെ തറച്ചു കയറി. ചുവരിൽ പതിപ്പിച്ച ആ കടലാസിലേക്ക് നോക്കി നിൽക്കുമ്പോൾ മീരയുടെ കാതുകളിൽ സീൽക്കാര ശബ്ദം മുഴങ്ങി. അവളുടെ കാഴ്ചകൾ മങ്ങി. ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ വന്നിട്ട് ഇതാണോ ഇവിടുത്തെ തെറാപ്പിസ്റ്റുകൾ ചെയ്യുന്നത് എന്നാരോ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഉയർന്ന ശബ്ദത്തിൽ മന്ത്രിച്ചത് അവൾ കേട്ടു. തന്റെ വർഷങ്ങളായുള്ള കഠിനാധ്വാനവും മാന്യതയും ഒറ്റ രാത്രി കൊണ്ട് ഒരു കടലാസ് കഷ്ണത്തിൽ വിചാരണ ചെയ്യപ്പെട്ടത് സഹിക്കാൻ മീരയ്ക്ക് കഴിഞ്ഞില്ല. അവളുടെ കാലുകൾ വിറച്ചു. കണ്ണുകളിൽ നിന്ന് അറിയാതെ കണ്ണീരൊഴുകി. സഹപ്രവർത്തകരുടെ നിഷ്ഠൂരമായ ചോദ്യശരങ്ങളും കളിയാക്കുന്ന നോട്ടങ്ങളും താങ്ങാനാകാതെ ആ നോട്ടീസ് ബോർഡിന് മുന്നിൽ നിന്ന് തളർന്നടിഞ്ഞു വീഴുന്നതിന് മുമ്പ് മീര വസ്ത്രമൊതുക്കി പിടിച്ച് പുറത്തേക്കോടി. അതേസമയം ദിയയുമായി രാവിലെ സെന്ററിലേക്ക് കാറിലെത്തിയ ആദിത്യം കണ്ടത് കരഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിന്റെ പടികൾ ഇറങ്ങി ഓടുന്ന മീരയെയാണ്. അവന്റെ ഉള്ളിൽ വീണ്ടും തീ പടർന്നു. ദിയയെ കാറിലിരുത്തി അവൻ ധൃതിയിൽ അകത്തേക്ക് നടന്നു. ഇടനാഴിയിൽ ആളുകൾ നോട്ടീസ് ബോർഡിന് മുന്നിൽ നിൽക്കുന്നത് കണ്ട് അവൻ അങ്ങോട്ട് ചെന്നു. ബോർഡിലെ ആ വരികൾ വായിച്ചതും ആദിത്യന്റെ കയ്യിലെ വിരലുകൾ മടങ്ങി നിഷ്ഠിയായി. അവനിലെ രൗദ്രഭാവം പടർന്നു. മീരയുടെ ആത്മാഭിമാനത്തെ വീണ്ടും പൊതുമധ്യത്തിൽ പിച്ചു ചീന്തിയ ആ അജ്ഞാത ശക്തിക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. ആദിത്യന്റെ കണ്ണുകളിൽ ക്രോധത്തിന്റെ തീ ആളിക്കത്തി. നോട്ടീസ് ബോർഡിൽ മീരയുടെ പേരിൽ പതിച്ചിരുന്ന ആ കടലാസ് അവൻ ഒരൊറ്റ വലിക്ക് കീറിയെടുത്തു. ആളുകൾക്കിടയിൽ അത് തുണ്ടം തുണ്ടമായി കീറിയെറിഞ്ഞുകൊണ്ട് അവൻ ആൾക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞു. ആരുടെയോ മനോവൈകല്യത്തിൽ നിന്നുണ്ടായ ഒരു അജ്ഞാത കടലാസ് കണ്ടിട്ടാണോ നിങ്ങൾ ഇത്രയും കാലം ഒരുമിച്ച് ജോലി ചെയ്ത ഒരു തെറാപ്പിസ്റ്റിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത്? അവന്റെ ഗർജനം പോലെയുള്ള ശബ്ദത്തിൽ ആ ഇടനാഴി നിശബ്ദമായി. ആരും ഒരു മറുപടി പറയാൻ ധൈര്യപ്പെട്ടില്ല. അവിടെ നിന്നും കോപത്തോടെ തിരിഞ്ഞു നടന്ന ആദിത്യൻ കാറിൽ ഭയത്തോടെ ഇരിക്കുകയായിരുന്ന ദിയയുടെ കൈപിടിച്ച് നേരെ ചീഫ് ഡോക്ടർ KR വർമ്മയുടെ മുറിയിലേക്ക് കയറി ചെന്നു. അവൻ വാതിലിൽ മുട്ടുക പോലും ചെയ്തില്ല. ഡോക്ടർ വർമ്മ നെട്ടലോടെ തല ഉയർത്തി നോക്കി. എന്താണ് സംഭവിച്ചത് ഡോക്ടർ വർമ്മ? ആദിത്യന്റെ ശബ്ദത്തിൽ വലിയൊരു അധികാരവും ഗാംഭീര്യവും ഉണ്ടായിരുന്നു. നിങ്ങളുടെ സ്ഥാപനത്തിലെ നോട്ടീസ് ബോർഡിൽ ഇന്നിറങ്ങിയ അപവാദ പത്രം നിങ്ങൾ കണ്ടോ? ഒരു സ്ത്രീ സ്വന്തം അധ്വാനം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും ജീവിക്കുന്ന ഒരു തെറാപ്പിസ്റ്റ് അവരുടെ ആത്മാഭിമാനമാണ് നിങ്ങളുടെ മൂക്കിന് താഴെ വെച്ച് ചവിട്ടിമെതിക്കപ്പെട്ടത്. ഡോക്ടർ വർമ്മ അമ്പരപ്പോടെ എഴുന്നേറ്റു. എന്ത് നോട്ടീസ് ബോർഡോ? ഡോക്ടർ വർമ്മ ചോദിച്ചു. ആദിത്യൻ കീറിയെറിഞ്ഞ ആ കടലാസിന്റെ അവശിഷ്ടങ്ങൾ മേശപ്പുറത്തേക്ക് എറിഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വേണ്ടി സ്വന്തം സന്തോഷങ്ങൾ ബലി നൽകിയവളാണ് മീര. ഇന്നും എൻ്റെ മകൾക്ക് നഷ്ടപ്പെട്ടു പോയ അമ്മയുടെ സ്നേഹവും സുരക്ഷിതത്വവും നൽകുന്നത് അവളാണ്. ഒരു അജ്ഞാതന്റെ നുണക്കഥ കേട്ട് അവളെ സംശയിക്കാൻ നിങ്ങൾക്കാർക്കും അവകാശമില്ല. എൻ്റെ മകളെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ എന്ന നിലയിലും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തണലെന്ന നിലയിലും മീരയുടെ ബഹുമാനത്തിന് കളങ്കം വരുത്താൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഇത് ചെയ്തത് ആരാണെന്ന് അരമണിക്കൂറിനുള്ളിൽ എനിക്കറിയണം. ഇവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് കുറ്റക്കാരെ കണ്ടെത്തിയില്ലെങ്കിൽ ആസ്റ്റർനോവ ടെക്നോളജീസിന്റെ അമരക്കാരനായ ഞാൻ ഈ സ്ഥാപനത്തെ നിയമപരമായി നേരിടും. ആദിത്യന്റെ ഉറച്ച വാക്കുകൾക്കും ഗാംഭീര്യമുള്ള വ്യക്തിത്വത്തിനു മുന്നിൽ ഡോക്ടർ വർമ്മ തളർന്നുപോയി. അദ്ദേഹം ഉടൻ തന്നെ സെക്യൂരിറ്റി വിഭാഗത്തെ വിളിച്ച് മുമ്പത്തെ രാത്രിയിലെയും രാവിലെയിലെയും CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ഉത്തരവിട്ടു.
മിനിറ്റുകൾക്കുള്ളിൽ സത്യം പുറത്തു വന്നു. മീരയുടെ വളർച്ചയിലും ചീഫ് ഡോക്ടറുടെ പ്രത്യേക പരിഗണനയിലും അസൂയപ്പുണ്ട മറ്റൊരു സീനിയർ തെറാപ്പിസ്റ്റായിരുന്നു ആ അജ്ഞാത നോട്ടീസിന് പിന്നിൽ. തെളിവുകൾ സഹിതം പിടിക്കപ്പെട്ടതോടെ ഡോക്ടർ വർമ്മ അവരെ ഉടനടി സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കി. അതേസമയം മാനസികമായി പൂർണ്ണമായും തകർന്നുപോയ മീര നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി ഫോർട്ട് കൊച്ചിയിലെ കടൽ തീരത്തെ കാറ്റേറ്റ് കരയുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങി ആദിത്യനെ ഉപേക്ഷിച്ചപ്പോൾ അനുഭവിച്ച അതേ വേദന അവൾ വീണ്ടും അനുഭവിക്കുകയായിരുന്നു. താൻ കാരണം ആദിത്യന്റെയും കുഞ്ഞിന്റെയും ജീവിതത്തിൽ വീണ്ടും അപവാദങ്ങളുടെ നിഴൽ വീഴുമോ എന്ന ഭയമായിരുന്നു അവളെ വേട്ടയാടിയത്. പെട്ടെന്നാണ് മീരയുടെ ഫോൺ ശബ്ദിച്ചത്. ആദിത്യന്റെ ഫോണിൽ നിന്നായിരുന്നു വിളി. വിറക്കുന്ന കൈകളോടെ അവൾ ഫോൺ ചെവിയോട് ചേർത്തു. അമ്മേ. മറുവശത്ത് കേട്ടത് ആദിത്യന്റെ ശബ്ദമായിരുന്നില്ല, മറിച്ച് ദിയയുടെ വിതുമ്പുന്ന കുഞ്ഞു ശബ്ദമായിരുന്നു. ആ കുഞ്ഞ് ആദ്യമായി തന്നെ അമ്മയെന്ന് വിളിച്ച നിമിഷം മീരയുടെ ഹൃദയം നിലച്ചു പോയതുപോലെ തോന്നി. കണ്ണീരൊഴുക്കുന്ന കവിളുകളോടെ അവൾ ശ്വാസമടക്കി പിടിച്ചു. അമ്മേ. അമ്മ എവിടെയാ? അമ്മ എന്തിനാ കരഞ്ഞുപോയേ? അമ്മയില്ലാതെ എനിക്കിവിടെ വരക്കാൻ പറ്റുന്നില്ല. പപ്പയും ഞാനും അമ്മയെ കാത്ത് ബീച്ചിന്റെ കരയിലുണ്ട്. ഓടിവാ അമ്മേ. ആ കുഞ്ഞു ശബ്ദത്തിലെ ആർദ്രത മീരയുടെ ഉള്ളിലെ എല്ലാ തടസ്സങ്ങളെയും തകർത്തെറിഞ്ഞു. അവൾ കണ്ണീർ തുടച്ച് വേഗത്തിൽ അവർ നിൽക്കുന്ന കടൽ തീരത്തേക്ക് നടന്നു. വൈകുന്നേരത്തിന്റെ ചുവന്ന വെളിച്ചത്തിൽ തിരമാലകൾ ആഞ്ഞടിക്കുന്ന തീരത്ത് ആദിത്യനും ദിയയും അവൾക്കായി കാത്തുനിൽപ്പുണ്ടായിരുന്നു. മീര ഓടിവരുന്നത് കണ്ട ദിയ കൊച്ചു കാലടികളോടെ അവൾക്ക് നേരെ ഓടിച്ചെന്നു. മീര മണലിലേക്ക് മുട്ടുകുത്തിയിരുന്ന് ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിങ്ങിപ്പൊട്ടി. അമ്മേ, ഇനി എന്നെ ഇട്ടിട്ട് പോവില്ലല്ലോ? ദിയ മീരയുടെ കവിളിലെ കണ്ണീർ പതുക്കെ തുടച്ചു കൊടുത്തു. ഇല്ല മോളെ, അമ്മ ഇനി മോളെ തനിച്ചാക്കി എങ്ങും പോകില്ല. മീര ആ കുഞ്ഞിന്റെ നെറ്റിയിലും കവിളുകളിലും ഉമ്മകൾ കൊണ്ട് മൂടി. ആദിത്യൻ പതിയെ അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. അവന്റെ കണ്ണുകളിലും ഇറനണിഞ്ഞിരുന്നു. അവൻ പതുക്കെ മീരയുടെ കൈകളിൽ തൊട്ടു. മീര. ആദിത്യന്റെ ശബ്ദത്തിൽ ആഴമുള്ള പ്രണയവും വാത്സല്യവും ഉണ്ടായിരുന്നു. അന്ന് 14 വർഷം മുമ്പ് നീ എടുത്ത തീരുമാനം നിന്റെ അച്ഛനെ രക്ഷിച്ചിരിക്കാം. പക്ഷേ അത് നമ്മളെ രണ്ടുപേരെയും ജീവനോടെ കൊന്നു. പിന്നീട് വിധി തന്ന അപകടത്തിൽ എനിക്ക് അനിമിയെ നഷ്ടപ്പെട്ടു. പക്ഷേ ഇത്രയും കാലത്തിന് ശേഷം എൻ്റെ മകളുടെ ചിത്രങ്ങളിലൂടെ കാലൻ നിന്നെ വീണ്ടും എൻ്റെ മുന്നിൽ കൊണ്ടു നിർത്തിയത് മറ്റൊരു വേർപിരിയലിനല്ല. നമ്മുടെ കുഞ്ഞിന് ഒരമ്മയെ വേണം മീര. എനിക്ക് എൻ്റെ ബാക്കി ജീവിതം മുഴുവൻ നിന്റെ കൂടെ ജീവിക്കണം. അവൻ തൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ പെട്ടി പുറത്തെടുത്തു. അതിൽ തിളങ്ങുന്ന ഒരു മോതിരമുണ്ടായിരുന്നു. നീ ഇനിയും മറ്റുള്ളവരുടെ വാക്കുകളെ ഭയന്ന് പിന്നോട്ട് മാറുകയാണെങ്കിൽ അത് നമ്മുടെ ഈ കുഞ്ഞിനോട് ചെയ്യുന്ന അനീതിയായിരിക്കും. നിന്റെ ആത്മാഭിമാനവും സന്തോഷവും സംരക്ഷിക്കേണ്ടത് ഇനി എൻ്റെ ചുമതലയാണ്. നീ എൻ്റെ കൂടെ പോരുമോ മീര? മീര ആദിത്യന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ കണ്ടത് അപവാദങ്ങളെയെല്ലാം തച്ചുടക്കുന്ന സ്നേഹത്തിന്റെ വൻമരമായിരുന്നു. അസൂയക്കാരുടെയും നാട്ടുകാരുടെയും വാക്കുകളേക്കാൾ വലുതാണ് തങ്ങൾക്കിടയിലെ പ്രണയമെന്നും ആ കുഞ്ഞിന്റെ ഭാവിക്ക് താൻ വേണമെന്നും അവൾ തിരിച്ചറിഞ്ഞു. അവൾ പതുക്കെ തലയാട്ടി. ആദിത്യൻ അവളുടെ വിരലിലേക്ക് ആ മോതിരം അണിയിച്ചു. ദിയ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. പപ്പ, മമ്മ. ദിയ താൻ കൊണ്ടുവന്ന ചിത്രപുസ്തകം തുറന്നു കാണിച്ചു. തീരത്ത് ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന 3 പേരുടെ ചിത്രം. പണ്ടൊക്കെ കറുത്ത മഷി മാത്രം പടർന്നിരുന്ന ആ പേജുകളിൽ ഇപ്പോൾ സ്വർണ്ണ സൂര്യന്റെയും നീലക്കടലിന്റെയും ചുവന്ന പൂക്കളുടെയും മനോഹരമായ നിറങ്ങൾ തെളിഞ്ഞു നിന്നു. കടൽക്കാറ്റ് അവരെ തഴുകിപ്പോയി. തകർന്നുപോയ 3 ആത്മാക്കൾ സ്നേഹത്തിന്റെ അതിരുകളില്ലാത്ത ബന്ധത്തിലേക്ക് ഒന്നിച്ചു ചേരുകയായിരുന്നു. ആ കുഞ്ഞിന്റെ ഡ്രോയിങ് ബുക്കിലെ കറുത്ത മഷിയിലെ പെൺമുഖം ഒടുവിൽ സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും വർണ്ണപ്പകിട്ടുള്ള ഒരു ജീവിതമായി പുനർജനിച്ചു.